ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായിട്ട് അല്പമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഇന്ന് അതിൻ്റെ 17-ാം വാക്യം വായിച്ച് അതിൽ നിന്നും അല്പകാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഇതിൻ്റെ സന്ദർഭം മുൻ എപ്പിസോഡുകളിൽ നാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിലെ കരിമ്പാറക്കൂട്ടങ്ങളുടെ നടുവിൽ ആയിരുന്നു കൊണ്ട് താൻ ദർശിച്ചതായ സ്വർഗീയ വെളിപ്പാടുകളും അതിനോടുള്ള പ്രതികരണങ്ങളുമാണ് വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇവിടെ യോഹന്നാൻ ന്യായാധിപനായ ക്രിസ്തുവിനെ തൻ്റെ പൂർണ്ണ മഹത്വത്തോടെ കണ്ടപ്പോൾ താൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്ന് നാം അവിടെ വായിച്ചു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വം, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ ആ മഹത്വം ആ പൂർണ്ണതയോടെ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിത്വങ്ങളും അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ സാഷ്ടാംഗം വീണതായിട്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാനെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ ഭയം കൂടാതെ നടന്ന് കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുകയും അവസാനം കർത്താവിൻ്റെ മരണസമയത്ത് ക്രൂശിനോട് ചേർന്ന് നിൽക്കുകയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ആ കല്ലറയ്ക്കൽ ചെന്ന് സാക്ഷ്യം വഹിക്കുകയും അതുപോലെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം കർത്താവിനെക്കുറിച്ച് താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന നമുക്കിങ്ങനെ കാണുന്നതിനായിട്ട് സാധിക്കുന്നു. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ കർത്താവുമായിട്ടുള്ള ആ ഊഷ്മളമായ ആ ഉറ്റ ബന്ധത്തെയാണ് ആ വേദഭാഗങ്ങളിലൂടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇത് വിശദീകരിക്കേണ്ടതാണ്. ഇതിൻ്റെ സമയമില്ലാത്തത് കൊണ്ട് ആ വാക്യം അങ്ങനെ പറഞ്ഞ് ഞാൻ വിടുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോൾ ഇവിടെയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച വ്യക്തിത്വങ്ങളാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അതിലൊരു പ്രധാന വ്യക്തിയായിട്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ള യോഹന്നാൻ കർത്താവിനെ തൻ്റെ പൂർണ്ണ മഹത്വത്തോടെ കണ്ടപ്പോൾ താൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ ആരൊക്കെ എപ്പോഴൊക്കെ
കർത്താവിനെ പൂർണ്ണ മഹത്വത്തോടെ കാണുകയോ അവൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുള്ളപ്പോഴൊക്കെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർക്കാർക്കും ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്കാൻ കഴിയില്ല. അവരൊക്കെയും സാഷ്ടാംഗം വീഴുന്നതായിട്ട്, മരിച്ചവരെ പോലെ വീഴുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അനേക വേദഭാഗങ്ങൾ അതിന് തെളിവായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി 17-6 വാക്യത്തിൽ നമ്മൾ ആ മർരുവ മലയിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ആ ദൈവ ശബ്ദത്തിന് മുന്നിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. അപ്പോൾ സ്വർഗത്തിലെ ആ ശബ്ദം കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് കവിണ് വീണു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മാനസാന്തരത്തിന് മുന്നേ ആ മാനസാന്തര സമയത്ത് സംഭവിച്ചതായ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി, അവൻ നിലത്ത് വീണു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നാം തിരിഞ്ഞ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 1-ാം 28-ാം വാക്യം, 3-ാം 23-ാം വാക്യം, 43-ാം 3-ാം വാക്യം, 44-ാം 4-ാം വാക്യം, ഈ വേദഭാഗങ്ങളൊക്കെയും കാണുന്നത് യഹോവയായ ദൈവത്തിൻ്റെ മഹത്വം കണ്ട യെഹെസ്കേൽ പറയുകയാണ്, ഞാൻ കവിണ്ണു വീണു എന്നുള്ളത് നമുക്ക് ആ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദാനിയേൽ പ്രവചന 8-17-18, 10-ാം 9-ാം വാക്യം, ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ദർശനം കണ്ടതായ ദാനിയേൽ പറയുകയാണ്, ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ് വീണു, ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു എന്ന് ഈ നിലയിൽ നമുക്ക് ഈ വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും യോഹന്നാനെക്കുറിച്ച് നമ്മൾ കാണുന്നത്, യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ നമ്മൾ തുടർന്ന് വായിക്കുന്നത്, ഭയപ്പെടേണ്ട, കർത്താവ് തൻ്റെ വലങ്കരം അവൻ്റെ മേൽ വെച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികളുടെ നടുവിൽ, നമുക്ക് ചില പ്രശ്നങ്ങളുടെ നടുവിൽ, ചിലപ്പോൾ ചില ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ആരുമില്ല എന്ന് തോന്നിക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവിൻ്റെ സാന്ത്വന ശബ്ദം, സ്വരം പലപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കാറുണ്ട്. കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട. എന്നിട്ട് അടുത്ത വാക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകും. സാധാരണ ഒരു വ്യക്തിയല്ല പറഞ്ഞത്, ഒരു മനുഷ്യനല്ല പറഞ്ഞത്. മനുഷ്യനാണ് പറഞ്ഞതെങ്കിൽ ആ വാക്കിന് വ്യത്യാസം വരും, ആ വാക്ക് ശരിയായിട്ട് നിറവേറ്റുവാൻ കഴിയില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, നീ ഭയപ്പെടേണ്ട എന്നുള്ള ആ സാന്ത്വന മൊഴിയാണ് അവിടെ യോഹന്നാന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അപ്പോൾ ആ വാക്ക് പറഞ്ഞവൻ അത് പറയുവാൻ അധികാരമുള്ളവനായിട്ട് ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം വായിച്ചത്, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം പഴയ നിയമത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 44-6, 48-12, 41-4 ഈ വേദഭാഗങ്ങളൊക്കെയും പരിശോധിച്ചാൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് ആദ്യനും അന്ത്യനും എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ആ പദപ്രയോഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് മാത്രം പറയുവാനുള്ള ആ വാക്കുകളായിട്ട് നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. നമ്മെ സംബന്ധിച്ചും പലപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ ആരുമില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക്
ഇങ്ങനെയുള്ള വാക്കുകൾ, കർത്താവിൻ്റെ വാക്ക് നമുക്ക് ആശ്വാസമായിട്ട് തീരാറുണ്ട്. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. നമ്മയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ആ സാന്ത്വന മൊഴികൾ നാമും കേൾക്കുമ്പോൾ കർത്താവിൽ ബലപ്പെട്ട് ധൈര്യപ്പെട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, ആ കരിമ്പാറക്കൂട്ടങ്ങളുടെ നടുവിൽ അപ്പോസ്തലനായ യോഹന്നാനെ നിലനിർത്തിയത് ആ കർത്താവിൻ്റെ തലോടൽ, ആ കർത്താവിൻ്റെ സാന്ത്വന മൊഴികൾ ആണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മെ സംബന്ധിച്ചും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആ കർത്താവിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് ഈ ദുഷ്കരമായ ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ കർത്താവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.